ഡൽഹിയിൽ ഞാൻ കണ്ട ചില കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പലരും ഡൽഹി പോയവരും ഡൽഹി കണ്ടവരും ഞാൻ ഈ കാണിക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ പലതും കണ്ടവരുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ദൽഹിയിലെ ഈ കാഴ്ചയിൽ എന്ത് പ്രത്യേകതയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എങ്കിലും ഞാൻ ഡൽഹി പോയപ്പോൾ ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ആ ഡൽഹിയിലെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഡൽഹി ഒരു പ്രത്യേകതരം പട്ടണമാണ്. മനോഹരമാണ് പട്ടണം. വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പട്ടണമാണ്. റോഡ് വക്കിലൊക്കെ ചെടികളും ഒക്കെ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുള്ള പട്ടണമാണ്. ഒപ്പം തന്നെ എയർ പൊല്യൂഷൻ കൂടുതലുള്ള പ്രദേശവുമാണ്. എന്തായാലും ആ ഡൽഹിയിലെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് ഡൽഹിയിൽ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പ്രാവുകൾ റോഡ് വക്കിൽ ഇങ്ങനെ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ പ്രാവുകൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം? ഇങ്ങനെ പറക്കുന്നത് എത്ര മനോഹരമാണ്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പകർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ഇത്രയും മനോഹരമായി ക്യാമറയുടെ മുന്നിൽ കൂടെ ഇത് പറക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നല്ല മനോഹരമായ ദൃശ്യമാണ്. അപ്പോൾ ഇതിൽ ഈ പ്രാവുക്ക് ഒരാൾ ചിലത് എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രാവുകൾക്ക്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ വന്ന് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചില ധാന്യങ്ങൾ, ചോളം പോലുള്ള ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വണ്ടി പോകുന്ന കണ്ടല്ലോ, അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വീഴുന്നതൊക്കെ എടുത്ത് കഴിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷ. പക്ഷേ അതിനേക്കാളുപരി ഇപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അറ്റത്തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ സഞ്ചിയിൽ കുറച്ച് ഈ പ്രാവിനുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അവിടെ വിതറി കൊടുത്തു. അവയെല്ലാം കൂടെ കൊത്തിപ്പറക്കി സന്തോഷത്തോടെ കഴിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി പ്രാവുകൾക്ക് ഭക്ഷണം പ്രത്യേകിച്ച് ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇത് ഡൽഹി സൗത്ത് മെട്രോ സ്റ്റേഷന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞാൻ താമസിച്ചത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും ഈ പ്രാവുകളെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ഞാൻ ക്യാമറയുമായിട്ട് ഈ പ്രാവുകളെ പകർത്താൻ വേണ്ടി ഇറങ്ങുന്നത്. ഡൽഹി സൗത്ത് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റിന് സമീപത്തുള്ള ഒരു സ്ഥലമാണ്. ഈ പ്രാവുകൾക്കിടയിലൂടെ ഞാനൊന്ന് നടന്നു നോക്കി. ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, അവർക്ക് ഈ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആരാണ് കൊണ്ടുവച്ചത്? ആരാണിതൊക്കെ ചെയ്യുന്നത്? കോർപ്പറേഷൻ തന്നെയാണോ? എന്തായാലും കോർപ്പറേഷൻ്റെ മുദ്രകളൊക്കെയുള്ള PWD മുദ്രയൊക്കെയുള്ള ചെടിച്ചട്ടികളെല്ലാം ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും ഇത് വെച്ചത് ആരാണ് എന്നൊക്കെ നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആരോട് ചോദിക്കാൻ? ഈ പുലർച്ചെ ഇവിടെയൊന്നും ആരെയും കാണാനില്ല. മാത്രമല്ല ഹിന്ദി അത്ര ഭൂവൻ്റമായിട്ട് സംസാരിക്കാനും ചോദിക്കാനൊന്നും എന്നൊക്കെ അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ ചോദിക്കാൻ പറ്റും. എന്തായാലും ഈ പ്രാവുകളുടെ ഒരു കാഴ്ച മനോഹരമായതുകൊണ്ട് ഞാനത് പകർത്തി. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇദ്ദേഹത്തിനോട് ഞാൻ കണ്ടതാണ് നേരത്തെ. ഇദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് കാര്യം, ആരാണ് ഇത്, എന്താണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും അതിനു മുമ്പ് കുറച്ചും കൂടെ പ്രാവിൻ്റെ ദൃശ്യങ്ങളൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അയാളുമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. साहब उसका नाम क्या है? मुकेश। इधर प्राग पे कितने से? हाँ जी, हाँ दाना, हाँ खुद हाँ यहाँ देखते हैं, डालते हैं इनको, हाँ। कबूतरों को। हाँ दान दक्षिणा 10 रुपए 20 रुपए जैसे इच्छा करे। हाँ हाँ ये अगले जन्म का सही रहता है। पुण्य दान करना एक अच्छी बात है। हमको भगवान ने ये काम दिया है, हम यही करते हैं। पहले गुटखा बीड़ी ये सिगरेट बेचते थे, हमको ये अच्छा नहीं लगता। अब ये सही है, ईमानदारी का काम है। इसमें ईमानदारी करो, इनका भी भला, हमारा भी भला, आपका भी भला। ये तो आने वाला संसार तो ऐसा आ रहा है कि एक दूसरे को कोई नहीं देखना चाहेगा। ये चल रहा है समय, इसको अच्छी तरीके से हम सब लोग बिता लें, वही है। ഞങ്ങൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇദ്ദേഹം ഈ കാണുന്ന അദ്ദേഹം വന്ന് കുറച്ച് കാശ് കൊടുത്ത് ഒരു പാത്രത്തിൽ നിന്നും ധാന്യങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് ഈ പ്രാവുകൾക്ക് വിതറിക്കൊടുത്തു. അവ വളരെ സന്തോഷത്തോടെ അവയെല്ലാം കൊത്തിപ്പറക്കി തിന്നു. എന്നിട്ട് അദ്ദേഹം ആ പാത്രം തിരികെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഇതൊരു തൊഴിലായിട്ട് വച്ചിരിക്കുകയാണ്, ഈ പ്രാവുകൾക്ക് ഭക്ഷണം തൊഴിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരുപക്ഷെ ഇവിടെ തന്നെയായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ പുലർച്ചെ വന്നതായിരിക്കും. അദ്ദേഹം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂടി പുതച്ച് ആണ് ഇരിക്കുന്നത്, തണുപ്പിനെ അതിജീവിക്കാനുള്ള മൂടി പോയിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള
പല സ്ഥലങ്ങളിൽ ഈ ഫുട്പാത്തിൽ ഡൽഹിയിൽ പലയിടത്ത് ഞാൻ പ്രാവിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ അവിടെയെല്ലാം ഇതുപോലെ ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ഭക്ഷണവും കൊണ്ട് അല്ലെങ്കിൽ ഈ ചെറുധാന്യങ്ങളും കൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ ഒരാളിനെ കണ്ടു, അതുപോലെ എല്ലായിടത്തും അങ്ങനെ ഒരാളുണ്ടായിരിക്കാം. ഈ പാത്രങ്ങൾ വച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ സംശയം പറഞ്ഞല്ലോ, ഈ പാത്രങ്ങൾ അതായത് അവർക്ക് പ്രാവുകൾക്ക് കൊത്തിപ്പറക്കാനുള്ള പാത്രങ്ങൾ, ധാന്യങ്ങൾ ഇടാനുള്ള പാത്രങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ അത് കൊണ്ട് വയ്ക്കിച്ചിരിക്കുന്നതും ഇദ്ദേഹം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ തന്നെയായിരിക്കാം. എന്തായാലും വളരെ നല്ല ഒരു കാഴ്ച. പക്ഷികൾക്ക് പ്രത്യേകിച്ച് പ്രാവിനെ സന്തോഷിപ്പിക്കുന്ന, പ്രാവുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ജനത ഡൽഹിയിലുണ്ട്. അവർ വീട്ടിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വില കൊടുത്ത് വാങ്ങി അവ ധാന്യങ്ങൾ ഈ പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു ശീലമാണത്. കാരണം നമുക്കിവിടെ കാക്കകൾക്ക് പോലും ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കൊണ്ടുവന്ന് കാക്കകൾക്കോ തെരുവ് പട്ടികൾക്കോ ഒന്നും കൊടുക്കുന്ന, അഥവാ കൊടുക്കുന്ന തെരുവ് പട്ടികൾക്ക് കൊടുത്തെങ്കിൽ അവർക്കെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം തെരുവ് പട്ടികൾ ശല്യമാണ് കേരളത്തിൽ, അതുള്ളത് കൊണ്ട് മാത്രമാണ്. അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും നമ്മുടെ ഈ വേനൽക്കാലത്ത് പോലും പക്ഷികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നൊരു സമ്പ്രദായമില്ല. അത് ഉണ്ടാകേണ്ടത് ഈ ഡൽഹിയിലെ ഈ പ്രാവുകൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഡൽഹിയിലെ ചില കാഴ്ചകൾ ഇനിയും നിങ്ങൾക്ക് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.